നമസ്കാരം. മൂത്രമൊഴിക്കുന്ന ശീലങ്ങളുണ്ടാകുന്ന മാറ്റങ്ങൾ ഡിമെൻഷ്യയിലേക്ക് നമ്മെ നയിക്കും എന്ന് ഇപ്പോൾ ഒരു സംഘം ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ്. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ അവർ നിരവധി ആളുകളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് ഈ കാര്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത്. നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. മൂത്രത്തിൽ പത പോലെയുള്ള അത് പതഞ്ഞു വരുന്ന രീതിയിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കുന്നത് സംഭവിക്കാറുണ്ട്. ഇത് ഭാവിയിൽ നിങ്ങൾക്ക് ഡിമെൻഷ്യ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമായി കണക്കാക്കാം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കാരണം വൃക്കയുടെ പ്രവർത്തനവും തലച്ചോറുമായി ഏറെ ബന്ധമുണ്ട്. വൃക്കയിലും തലച്ചോറിലും നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ സൂക്ഷ്മമായ രക്തധമനികളുള്ള രണ്ട് അവയവങ്ങളാണ് ഇത് രണ്ടും. ഇവിടെ ഇതിന് ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വലിയ തോതിൽ നമ്മെ ബാധിക്കും എന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. വൃക്കകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫിൽറ്ററിന് തകരാറ് സംഭവിക്കും. അതിലൂടെ ധാരാളമായി ഈ അൽബൂമിൻ എന്ന ആ വസ്തു നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് പ്രോട്ടീൻ്റെ അളവ് വർദ്ധിപ്പിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ശക്തമായ തോതിൽ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് ആത്യന്തികമായി ബാധിക്കുന്നത് നമ്മുടെ തലച്ചോറിനെ തന്നെ ആയിരിക്കും എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. നേരത്തെ തന്നെ മനുഷ്യർ മലവിസർജനം നടത്തുന്നതും മറവി രോഗവുമായി ബന്ധമുണ്ട് എന്നും കുടലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ നടത്തിയ ഗവേഷണങ്ങളിൽ നിന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നേരത്തെ തന്നെ തന്നിരുന്നു. ഇവയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ മൂത്രമൊഴിക്കുന്ന ശീലം പെട്ടെന്ന് മാറുകയാണ്. നിരന്തരമായി മൂത്രമൊഴിക്കണമെന്ന് തോന്നുക, മൂത്രത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പത കാണപ്പെടുക, മൂത്രമൊഴിക്കുമ്പോൾ അസ്വസ്ഥത തോന്നുക, ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ നമ്മൾ ഡോക്ടറെ കാണേണ്ടതാണ്. അതല്ലെങ്കിൽ ഇത് പിന്നീട് വലിയ തോതിലുള്ള ദുരിതങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് പറയപ്പെടുന്നത്. ആദ്യമേ നിങ്ങൾ ഡോക്ടറെ കണ്ട് നടത്തുന്ന പരിശോധനയിൽ തന്നെ ഈ അൽബൂമിനറിസം എന്ന് പറയുന്ന, അതായത് ഈ അൽബൂമിൻ ചോരുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ കൃത്യമായി അതിന് മരുന്ന് നിശ്ചയിക്കാനും ഭാവിയിൽ നിങ്ങൾക്ക് ഇത് മറവി രോഗം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഏറെ സഹായകരമാകും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും നമുക്ക് നമ്മുടെ വിസർജനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഇതൊക്കെ തന്നെ മഹാരോഗങ്ങളുടെ ലക്ഷണങ്ങൾ പലപ്പോഴും പുറത്തു വരുന്നത് നമ്മുടെ വിസർജനങ്ങളിലൂടെ ആയിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ ഇത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. മൂത്രമൊഴിക്കുന്നതും മറവി രോഗവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഒറ്റ നോട്ടത്തിൽ ചോദിച്ചാൽ നമുക്ക് പലപ്പോഴും അതിന് ഉത്തരം നൽകാൻ കഴിയുകയില്ലെങ്കിൽ പോലും അങ്ങനെ ഉണ്ട് എന്ന് ഗവേഷകർ ആധികാരികമായി തന്നെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അവർ സ്വീഡനിൽ നടത്തിയ ഈ ഗവേഷണത്തിൽ പങ്കെടുത്ത നിരവധി പേർക്ക് അവരുടെ കൃത്യമായ നിരീക്ഷണത്തിലൂടെ അവർക്ക് ഈ മറവി രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നു. മറവി രോഗം ഒരിക്കൽ വന്നാൽ പിന്നെ ചികിത്സിച്ച് ഭേദപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും നല്ലത് ഇത് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണെന്നാണ് ഡോക്ടർമാർ നൽകുന്ന ഈ ഒരു താക്കീത്. ഈ അൽബുമിനൂറിയയ്ക്കുള്ള പരിശോധന ആദ്യഘട്ടത്തിൽ തന്നെ നടത്തേണ്ടത് രക്തസമ്മർദ്ദമുള്ളവർ, പ്രമേഹബാധിതർ, വൃക്കരോഗമുള്ളവർ, ഇവരൊക്കെ തന്നെ കൃത്യമായി ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടത്തേണ്ടതാണെന്നാണ് പറയപ്പെടുന്നത്. നമ്മളൊക്കെ രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് മാത്രം കഴിച്ച് അത് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭീഷണി കൂടി അവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു അടയാളങ്ങൾ, ലക്ഷണങ്ങൾ തന്നെയാണ് ഭാവിയിൽ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഇരുട്ടിലേക്ക് തള്ളി നീക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ കണ്ണുകൾ വീർക്കൽ, പാദങ്ങൾ, കണങ്കാലുകൾ, വയറ്, മുഖം എന്നിവിടങ്ങളിലൊക്കെ വീക്കം ഉണ്ടാകുന്നതൊക്കെ തന്നെ ഈ അൽബുമിനറിസത്തിൻ്റെ ലക്ഷണങ്ങളായി നമുക്ക് കണക്കാക്കാം. വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അസുഖം വരുമെന്ന് പേടിക്കേണ്ട കാര്യമേ ഇല്ല. പക്ഷേ അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. പരിശോധിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ രോഗത്തിൻ്റെ ഭാവി സാധ്യതകൾ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ശരിക്കും ഇതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടണമെങ്കിൽ നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം. അതുപോലെ ശരീരത്തിൽ പല ഭാഗത്തും നീര് വരുന്നത്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ വയറ്റിലും മുഖത്തുമൊക്കെ തന്നെ നീര് വരുന്നതൊക്കെ തന്നെ ഒരുപക്ഷെ വൃക്കരോഗവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാം. ഇതിന് മുൻകരുതലെടുക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തരമായ ഡോക്ടറെ പോയി കാണുക എന്നുള്ളത് തന്നെയാണ് ഇതിനുള്ള പരിഹാരമാർഗ്ഗം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തുടക്കത്തിലേ ചികിത്സിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറവി രോഗത്തിൽ നിന്ന് ഉറപ്പായും രക്ഷപ്പെടാൻ കഴിയും എന്ന് തന്നെയാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്.